ഹലോ ഫ്രണ്ട്സ്, എഡ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജ്കിരൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ നേഴ്സിംഗ് BSc നേഴ്സിംഗ് സാധ്യതകളെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ LBSന്റെ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ PNC മാക്കിന്റെ റാങ്ക് ലിസ്റ്റും AMCS FNCയുടെ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് അടക്കം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ആർക്കൊക്കെ കേരളത്തിൽ അഡ്മിഷൻ കിട്ടും, BSc നേഴ്സിംഗിന് ഇനി കേരളത്തിൽ ആർക്കൊക്കെ അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കേരളത്തിൽ BSc നേഴ്സിംഗിന്റെ സാധ്യതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായും നമുക്ക് 4 അലോട്ട്മെന്റ് പ്രൊസീജിയർ വഴിയാണ് BSc നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുന്നത്. LBS, PNC മാക്ക്, AMCS FNCക്ക്, അതുപോലെ തന്നെ CPAS. അതിലിപ്പോൾ LBSന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക. ഓക്കെ, ജസ്റ്റ് ബ്രീഫായിട്ട് LBSന്റെ കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് പറഞ്ഞു പോകുന്നു. നിലവിൽ ഒരുപാട് സ്റ്റുഡൻസ് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് റാങ്ക് ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട്. അതായത് മോർ ദാൻ 12,000 11,000 റാങ്ക് വന്ന സ്റ്റുഡൻസ് പോലും ഒരുപാട് സ്റ്റുഡൻസ് എൻക്വയറി ചെയ്യുന്നുണ്ട്. അതായത് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. അപ്പം നിലവിൽ നോക്കുന്ന സമയത്ത് കേരളത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് ബിലോ 10,000 താഴെയാണ് കേരളത്തിൽ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മോർ ദാൻ 11,000 എന്നുള്ള റാങ്ക് വന്നിട്ടുള്ളവർക്ക് ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് മറ്റൊരു കോളേജ് ചൂസ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ മറ്റൊരു കോഴ്സ് ചൂസ് ചെയ്ത് വെച്ച് കേരളത്തിൽ BSc നേഴ്സിംഗിന് വേണ്ടി നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം റാങ്ക് ലിസ്റ്റ് വന്നതോട് തന്നെ LBSന്റെ റാങ്ക് ലിസ്റ്റ് വന്നതോട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് വറീഡ് ആയിരിക്കുകയാണ്. കാരണം അവരുടെ ഇൻഡെക്സ് മാർക്ക് കമ്പയർ ചെയ്തിട്ട് അവർ അഡ്മിഷൻ കിട്ടുമെന്ന് വെച്ച് AMCS FNCക്കിലും PNC മാക്കിൽ പോലും അവർ എന്ത് ചെയ്തിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് സ്റ്റുഡൻസ് ആ ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിരുന്നു ഞങ്ങളടുത്ത്. കഴിഞ്ഞ വർഷം 280-85 മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് പോലും കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരുടെ റാങ്ക് എന്ന് പറയുന്നത് ബിലോ 8,000 താഴെയായിരുന്നു. പക്ഷേ ഇപ്പോൾ LBSലെ ഇൻഡെക്സ് മാർക്ക് 285 ഉള്ള കുട്ടികൾക്ക് പോലും റാങ്ക് എന്ന് പറയുന്നത് ഏകദേശം 11,000 മുകളിലാണ്. അപ്പോൾ അത്രയേറെ കുട്ടികളുടെ ഒരു വേരിയേഷൻ ഉണ്ട്. കാരണം കൂടുതൽ മാർക്ക് വാങ്ങിയ സ്റ്റുഡൻസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ LBSൽ നോക്കുകയാണെങ്കിൽ ഒരു 10,000 താഴെയാണ്. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ്, ഒരു 10,000 റാങ്കിന് താഴെയാണ് നിങ്ങളുടെ റാങ്ക് എങ്കിൽ നിങ്ങൾ സേഫ് സോണിലാണ് എന്നാണ് അർത്ഥം. ഇനി PNC മാക്കിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ട് കേരള സംസ്ഥാനത്ത് 14 ജില്ലകളിലായിട്ട് വരുന്ന 48 കോളേജുകളാണുള്ളത്. ഇതിൽ ആകെ വരുന്ന സീറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 2,810 സീറ്റുകൾ മാത്രമാണ് PNC മാക്കിൽ വരുന്നത്. ഇതിൽ 50% സീറ്റും LBS റിസർവ്ഡ് ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ PNC മാക്ക് വഴി അലോട്ട്മെന്റ് കിട്ടുന്ന ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത് 1,405 ആണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം കിടപ്പുണ്ട്. ഈ എല്ലാ കോളേജുകളിലും NRI സീറ്റും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 1,405 സീറ്റ് എന്നുള്ളത് പിന്നെയും കുറയും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 സീറ്റിന് താഴെ മാത്രമാണ് PNC മാക്ക് വഴി അലോട്ട്മെന്റ് കിട്ടുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് PNC മാക്കിന്റെ റാങ്ക് ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ PNC മാക്കിൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 460ലാണ്. അതായത് 120, 120, 120 PCBക്ക് 120 ഈച്ചും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാർക്കും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ 460ലാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 440 വരെ 440 മാർക്ക് വരെ വരുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം മാത്രമേ ഞാനിപ്പോൾ നോക്കുന്നുള്ളൂ. ഏകദേശം 1,582 കുട്ടികൾക്ക് 440 മാർക്ക് എന്നുള്ളൊരു ഇൻഡെക്സ് മാർക്ക് വന്നിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത് 1,405 സീറ്റാണ് PNC മാക്ക് വഴി വരുന്നത്. ഇതിൽ NRI സീറ്റും ഉൾപ്പെടെയാണ്, ഞാനത് പ്രത്യേകം പറയുന്നു. അപ്പോൾ ഒരു 1000 സീറ്റിൽ താഴെയായിരിക്കും അലോട്ട്മെന്റ് കിട്ടുന്ന സീറ്റുകൾ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ PNC മാക്കിൽ ഒരു 1,500 റാങ്കിന് താഴെ വന്നിട്ടുള്ള സ്റ്റുഡൻസിനായിരിക്കും കിട്ടാനുള്ള പോസിബിലിറ്റി. ഇനി LBSൽ അപ്ലൈ ചെയ്ത സ്റ്റുഡൻസ് തന്നെയാണ് PNC മാക്കിലും അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ AMCS FNCക്കിലും അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി അവർ അലോട്ടഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ AMCS FNCയുടെ മാത്രമാണ് അലോട്ട്മെന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ അലോട്ടഡ് ആയി എങ്കിൽ പോലും നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കേരളത്തിൽ കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഈ 1,500 റാങ്ക് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ആണ്. ചിലപ്പോൾ 1,500 വരത്തില്ല, ചിലപ്പോൾ 1,500 സ്ലൈറ്റ്ലി വേരിയേഷൻ ഉണ്ടാവാം. PNC മാക്കിൽ വരുന്ന 48 കോളേജസ് ഏതൊക്കെ ജില്ലകളിൽ എത്ര കോളേജുകൾ വരുന്നുണ്ട്, ആ കോളേജുകളിൽ എത്ര സീറ്റുകളുണ്ട് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അതൊന്ന് കണ്ടു നോക്കാം.
അപ്പോൾ PNC മാക്കിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലിന്റെ ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പ് വഴി നിങ്ങളുടെ എൻക്വയറീസ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് AMCS FNCKയുടെ ഒരു അപ്ഡേഷൻ ആണ്. നിലവിൽ 2 അലോട്ട്മെന്റുകളാണ് AMCS FNCKയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 400 കുട്ടികൾക്ക് അലോട്ട്മെന്റ് കിട്ടി, അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. ടോട്ടല് നമുക്ക് AMCS FNCKയിൽ വരുന്നത് 35 കോളേജുകളാണ്. ഈ 35 കോളേജുകളിലായിട്ട് ഏകദേശം ഒരു 1100 സീറ്റുകൾ മാത്രമാണ് ടോട്ടൽ വരുന്നത്. ഇതിൽ ഏകദേശം 831 സീറ്റുകൾക്കാണ് നിലവിലെ ഫസ്റ്റ് അലോട്ട്മെന്റ് ആണെങ്കിലും സെക്കൻഡ് അലോട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിലും വന്നിട്ടുള്ളത്. അപ്പോൾ ബാലൻസ് കണക്കാക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് NRI കാറ്റഗറിയിൽ പെടുന്ന സീറ്റുകളാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏകദേശം 400-ലധികം കുട്ടികൾ അലോട്ട്മെന്റ് കിട്ടി, അവരത് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇനി ഇതിൽ എത്ര പേര് ജോയിൻ ചെയ്യും, അതുപോലെ തന്നെ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് ഇനി അടുത്തൊരു ദിവസമാണ് പബ്ലിഷ് ചെയ്യുന്നത്. നിലവിൽ 6-ാം തീയതി വരെ, അതായത് ഓഗസ്റ്റ് 6-ാം തീയതി വരെ അതിനുള്ള സമയം കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 7-ാം തീയതി ഈ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് AMCS FNCK വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ മൂന്നാമത്തെ അലോട്ട്മെന്റ് AMCS FNCKയുടെ മൂന്നാമത്തെ അലോട്ട്മെന്റ് നിലവിലെ ഷെഡ്യൂൾ പ്രകാരം തന്നെ നടക്കുമെന്ന് തോന്നുന്നു. 8-ാം തീയതിയാണ്, ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ജോയിൻ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 12-ാം തീയതി വരെയാണ്, ഓഗസ്റ്റ് 12-ാം തീയതി വരെയാണ്. അപ്പൊ നിലവിൽ 3 അലോട്ട്മെന്റുകളാണ് ഉള്ളത്. അപ്പൊ ഈ 3 അലോട്ട്മെന്റ് കഴിഞ്ഞ ശേഷം അലോട്ട്മെന്റ് കിട്ടിയിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തില്ല എങ്കിൽ മാത്രമേ മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം സ്പോട്ട് അലോട്ട്മെന്റുകൾ നടക്കുകയുള്ളൂ. അപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ ആരും ജോയിൻ ചെയ്യാതിരിക്കുന്നു തോന്നുന്നില്ല. ചിലപ്പോൾ മേ ബി ഒരു ഹയർ ഓപ്ഷൻ കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ചിലപ്പോൾ ജോയിൻ ചെയ്യാതിരിക്കും. പക്ഷേ മിക്കവാറും ഗവൺമെന്റ് കിട്ടാത്ത പക്ഷം, അതായത് ഗവൺമെന്റ് കോളേജുകളിൽ കിട്ടാത്ത പക്ഷം സെൽഫ് ഫിനാൻസിങ് കോളേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3-ലും, അതായത് ഇപ്പോൾ CPAS-ലാണെന്നുണ്ടെങ്കിലും PNC മാക്കിലാണെന്നുണ്ടെങ്കിലും AMCS FNCKയിലാണെന്നുണ്ടെങ്കിലും ഫീസ് എന്ന് പറയുന്നത്, ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വൺസ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. LBSന്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഒരുപാട് സ്റ്റുഡൻസ് ഏകദേശം 2000 റാങ്ക് വാങ്ങിയിട്ടുള്ള ഒരു സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് കേരളത്തിൽ ഗവൺമെന്റ് കോളേജുകൾ കിട്ടുമെന്നുള്ളത്. കേരളത്തിൽ ഗവൺമെന്റ് കോളേജുകൾ നോക്കുകയാണെങ്കിൽ 14 ഗവൺമെന്റ് കോളേജുകളാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ 14 ഗവൺമെന്റ് കോളേജുകളായിട്ട് ആകെ വരുന്ന സീറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 1090 സീറ്റുകൾ മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗവൺമെന്റ് കോളേജുകളൊന്നും കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പോൾ LBSന്റെയും AMCS FNCKയുടെയും PNC മാക്കിന്റെയും റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് കേരളത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ കേരളത്തിൽ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കേരളത്തിന് ഔട്ട്സൈഡ്, അതായത് നമ്മുടെ തമിഴ്നാടോ കർണാടകയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നല്ല കോളേജുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അങ്ങനെ ഏതെങ്കിലും നല്ല കോളേജുകളെ കുറിച്ചിട്ടുള്ള, ടോപ്പ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള എല്ലാവിധ അംഗീകാരങ്ങളുമുള്ള കോളേജിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്തോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ നിങ്ങളുടെ എൻക്വയറീസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 അലോട്ട്മെന്റുകളെ കുറിച്ചിട്ടും ഓവറോൾ ഒരു ഐഡിയ പറഞ്ഞു തന്നാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ്, നിങ്ങൾ കേരളത്തിൽ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി നിങ്ങൾക്ക് ഇല്ല എങ്കിൽ വെറുതെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിലെ BSc നഴ്സിംഗ് അഡ്മിഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കേരളത്തിന് ഔട്ട്സൈഡ് ഉള്ള BSc നഴ്സിംഗ് അഡ്മിഷനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു അപ്ഡേഷനായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.